ഹായ് ഓൾ, വെൽക്കം ടു ഫൈൻഡിങ് ഇക്കിഗായ്. കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റിന് നൽകുന്ന പലതരത്തിലുള്ള സപ്പോർട്ട് ആൻഡ് കെയർ. ഫോർ എക്സാമ്പിൾ സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, ഒക്യുപ്പേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പറായിട്ടുള്ള നീഡ്സ് നൽകുന്ന ആലുവയിലെ പെറ്റൽസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ കോ-ഫൗണ്ടർ, ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് സീനിയർ സ്പീച്ച് തെറാപ്പിസ്റ്റ് നിലൂഫർ നൗഷാദാണ് നമുക്കൊപ്പം ഇന്നുള്ളത്. ഹായ് നിലൂഫർ, വെൽക്കം. ഹായ്, താങ്ക് യു. കുട്ടികൾക്കുള്ള ഈ ഡെവലപ്മെൻറ്റൽ നീഡ്സിനുള്ള സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഒരു കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഓക്കെ, ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഫീഡിങ് ആൻഡ് സ്വാലോയിങ് ഇഷ്യൂസ്, വോയിസ് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുകയും അത് കണ്ടുപിടിച്ച് അത് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ റോളാണ്. അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ സംസാരിക്കുക അത് മാത്രമല്ല നമ്മുടെ റോളെന്ന് പറയുന്നത്. ഔട്ട്സൈഡ് വേൾഡായിട്ട് ഒരു കോൺടാക്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ഓവറോൾ അവരുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ നീഡ് എപ്പോഴാണ് വരണമെന്ന് ചോദിച്ചാൽ അവർക്ക് ഏജ് അഡിക്വേറ്റ്ലി സ്പീച്ച് ഔട്ട്പുട്ട് കുറവാണ്, അല്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്മെൻറ്റ് വളരെ നോർമലായിട്ടാണ് നടന്നിരിക്കുന്നത്, പക്ഷേ പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് അതിലൊരു താഴ്ച സംഭവിച്ചു, റിഗ്രഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി കുറവ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ട് നേരിടുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ പറയാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുട്ടികളിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം എത്രയും പെട്ടെന്ന് നമ്മൾ സീക്ക് ചെയ്യേണ്ടതാണ്. ഒരു കുട്ടിക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അതിന് എന്തെങ്കിലും ഏർലി സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഇപ്പോൾ ഏർലി സൈൻസ് ഓഫ് സ്പീച്ച് ഡിലേ എന്ന് പറയുമ്പോൾ 1 to 1.5 ഇയർ പീരിയഡിൽ ഇവർ ഒറ്റ വാക്കുകൾ സംസാരിക്കും. ഇവർ ആ ടൈമിൽ തന്നെ അവരുടെ നീഡ്സ് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഫിംഗർ പോയിൻ്റ് ചെയ്ത് പേരൻസിനെ ഡ്രാഗ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യും. 2.5 ഇയേഴ്സ് ആകുമ്പോഴേക്കും അവർ 2 word സെൻറ്റൻസുകളായിട്ട് അവർ സംസാരിക്കും. അപ്പോൾ ഇത് ജനറൽ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം നമ്മൾ തേടണം. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേരൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? പേരൻറ്റിൻ്റെ റോളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഒരു തെറപ്പി റൂമിൽ ഒരു 30% കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ, ബാക്കി 70% പേരൻസാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു സെഷൻ കഴിയുമ്പോൾ പേരൻസിൻ്റെ അടുത്ത് പറയും, ഗൈഡൻസ് കൊടുക്കും, എങ്ങനെയാണ് വീട്ടിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്. അത് കൃത്യമായി വീട്ടിലും കൂടി ഫോളോ ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആവുന്നത്, മീനിങ് ഫുൾ ആവുന്നത്. അപ്പോൾ ജനറലി സ്പീക്കിംഗ് ഒരു തെറപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരൊരു സപ്പോർട്ട് സിസ്റ്റമാണ്, പക്ഷേ റിയൽ ചേഞ്ച് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് പേരൻസാണ്. ഒരു കുട്ടിക്ക് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങാം. നമ്മളിപ്പോൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ് മിസ് റേച്ചൽ പോലുള്ള കാർട്ടൂൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് സ്ക്രീൻ ടൈമിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കാർട്ടൂൺസ് ഒക്കെ വെച്ച് കൊടുത്താൽ അവർ നന്നായി സംസാരിക്കുന്നു ചിലർ പറയും. പക്ഷേ ചിലർ പറയുന്നത് അതല്ല, സ്ക്രീൻ ടൈം അല്ലാതെ വീട്ടിൽ നല്ല പോലെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അങ്ങനെയാണ് പറയണത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വേ ആണ് ശരിക്കും ഒരു കുട്ടിക്ക് സംസാരിച്ച് തുടങ്ങാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഏതാണ്? അതിൽ ഒരു സംശയം വേണ്ട, റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഹ്യൂമൻ ഇൻറ്ററാക്ഷനിലൂടെയാണല്ലോ കുട്ടിയുടെ ലാംഗ്വേജ് ലേൺ ചെയ്യണത്. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴല്ലേ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇമോഷൻസ്, ടേൺ ടേക്കിംഗ്, റെസ്പോൺസസ് ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. പക്ഷേ ഒരു സ്ക്രീൻ ടൈം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പാസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ക്രീനിനും ഒരിക്കലും കമ്മ്യൂണിക്കേഷനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സ്ക്രീൻ കാൻ റീപ്ലേസ് കമ്മ്യൂണിക്കേഷൻ, ഓൺലി എ റെസ്പോൺസീവ് പേരൻറ്റ് ഓർ ആൻ അഡൽട്ട് ക്യാൻ. ഓക്കെ, നിങ്ങളുടെ പെറ്റൽസ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ പലതരത്തിലുള്ള സക്സസ്ഫുൾ സ്റ്റോറീസ് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഒരു കുട്ടി വന്നിരുന്നു. അമ്മ ഭയങ്കര കൺസേൺഡ് ആയിട്ടായിരുന്നു നമ്മളെ അപ്രോച്ച് ചെയ്തത്. അതായത് കുട്ടിക്ക് റെസ്റ്റ്ലെസ്നെസ്, അറ്റൻഷൻ സ്പാൻ കുറവ്, അല്ലെങ്കിൽ സ്പീച്ച് ഡിലേ, ഈ പറഞ്ഞ കൺസേൺസ് ആയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ഞങ്ങൾ അസസ്മെൻ്റൊക്കെ നടത്തി ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അവർ കൺസിസ്റ്റൻ്റായിട്ട് തെറപ്പി അറ്റൻഡ് ചെയ്തു. ആൻഡ്
പേരൻറ്റ് നമ്മൾ പ്രോപ്പർ ഹോം ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കൊടുക്കും വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് അവരത് ചെയ്തു. ഇപ്പോൾ കുട്ടിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ആ കുട്ടി ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. ഇപ്പോൾ പേരൻറ്റ് ഇടയ്ക്ക് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും, വന്നപ്പോൾ ഞാൻ ഭയങ്കര കൺസേൺ ആയിട്ടാണ് ഇവിടെ വന്നത്, പക്ഷേ ഇപ്പോൾ അവൻ എല്ലാവരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ടീച്ചേഴ്സ് മോനെക്കുറിച്ച് നല്ല ഒപ്പീനിയനാണ് പറയണത്, എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കും, നോർമൽ കുട്ടികളിരിക്കണ പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, ശരിക്കും ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഏജ് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി ടൈം പീരീഡിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ എല്ലാം അവർ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യുന്നുണ്ട്. സോ ഒരു 9 to 10 months ആകുമ്പോഴേക്കും എന്തായാലും അവരുടെ ഫസ്റ്റ് വേർഡ് എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടാവും. ഒരു 1 to 1.5 year ആകുമ്പോഴേക്കും അവർ ഒറ്റ വാക്കുകൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. 2 years ആകുമ്പോഴേക്കും സിമ്പിൾ സെൻറ്റൻസുകൾ അവർ സംസാരിച്ച് തുടങ്ങും എന്തായാലും. ആൻഡ് അവർ ചില കാര്യങ്ങൾ ക്ലാരിറ്റി കുറവാണെങ്കിലും അവർ പറയാനായിട്ട് അവർ ശ്രമിക്കും, അലോങ് വിത്ത് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. നിങ്ങളുടെ പെറ്റൽസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് സ്പീച്ച് തെറപ്പി, ഒക്യുപ്പേഷൻ തെറപ്പി, ബിഹേവിയർ തെറപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം, പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ സർവീസസ് ടെലിതെറപ്പി പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഡിലേ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, പിന്നെ ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൽസി, അതേപോലത്തുള്ള കണ്ടീഷൻസുള്ള കുട്ടികളെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പെറ്റൽസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പേരൻസ് വരുന്ന സമയത്ത് മെയിനായിട്ട് കൂടുതൽ പേരൻസ് വരുന്നത് എന്ത് കൺസേൺ ആയിട്ടാണ്? ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലോട്ട് വരുമ്പോൾ പേരൻസിൻ്റെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടി ഏജ് അഡിക്വറ്റ്ലി സംസാരിക്കുന്നില്ല, കുട്ടി ശരിയാവോ, സ്കൂളിൽ നമുക്ക് വിടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എത്ര ടൈം എടുക്കും, അങ്ങനത്തെ കുറേ കൺസേൺസ് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ആൻഡ് അറ്റ് ദി സെയിം ടൈം അവർക്ക് ടെൻഷൻ ഉണ്ടാവും, അവർക്ക് ഗിൽറ്റ് ഉണ്ടാവും, ഇങ്ങനെ കുറേ അവരുടെ എക്സ്പീരിയൻസസ് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിലേ നിങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടൊരു ഇവാലുവേഷൻ നിങ്ങൾ ചെയ്യുക. ബിക്കോസ് ഏർലി ഇൻ്റർവെൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഏർലി ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോഴാണ് പ്രോഗ്രസ് വളരെ മീനിങ് ആൻഡ് ഫാസ്റ്റ് ആക്കാൻ പറ്റുക. സോ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഓൺലൈൻ സർവീസ് ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ UAE ഉള്ള പേരൻസ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, ഗൾഫ് എന്നല്ല, ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ സ്പീച്ച് ഡിലേ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ സർവീസ് ചെയ്തു കൊടുക്കുന്നത്? ഇപ്പോൾ ഓവർസീസിലുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ ടെലിതെറപ്പി പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുകയും ആ കുട്ടിയിൽ എന്താ പ്രോബ്ലം എന്ന് അസസ് ചെയ്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യും, അവർക്ക് എങ്ങനെയാണ് പോകുന്ന പ്രോപ്പർ ഗൈഡ് ലൈനും കൊടുക്കും. ആൻഡ് ഹോം ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ ഓഫർ ചെയ്യും. സോ ഈ ഒരു ഓൺലൈൻ തെറപ്പിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ അത് കൂടുതൽ വേഴ്സ് ആവുകയുള്ളൂ ആ സിറ്റുവേഷൻ. സോ ത്രൂ ഓൺലൈൻ തെറപ്പി നമുക്ക് അപ്പം ആ കുട്ടിയുടെ കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രസ് കൊണ്ടുവരികയും അറ്റ് ദി സെയിം ടൈം വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹോം ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ പേരൻസിന് കൊടുത്ത് നമുക്ക് പേരൻസിനും കൺസിസ്റ്റൻ്റായിട്ട് വീട്ടിലത് പ്രാക്ടീസ് ചെയ്യുകയും അതിനനുസരിച്ച് കുട്ടികളിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും, പ്രോഗ്രസ് വരുത്താൻ പറ്റുകയും ചെയ്യും. സോ അവിടെയാണ് ഓൺലൈൻ തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പേരൻറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതിൽ കുറേ മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട് പേരൻറ്റിങ് എന്ന് പറയുന്ന സംഭവത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പേരൻസിന് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ വളരുമ്പോൾ സംസാരം ശരിയായിക്കോളും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സംസാരശേഷി ശരിയായിക്കോളും. ഗേൾസാണ് പെട്ടെന്ന് സംസാരിക്കുന്നത്, ബോയ്സ് കുറച്ച് ഡിലേ ആയിട്ടാണ് സംസാരിക്കുന്നത്, അത് വളരെയധികം നോർമലാണ്. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഒന്നിലധികം ലാംഗ്വേജസിനോടൊരു എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പീച്ച് ഡിലേ സംഭവിക്കാം. അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഓഫർ ചെയ്താൽ മതി, സ്ക്രീൻ കാണുമ്പോൾ തന്നെ കുട്ടികൾ ലാംഗ്വേജ് കയറി വന്നോളും, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകും. ഇങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്. ആക്ച്വലി ഇതൊന്നും ട്രൂ അല്ല. ഇങ്ങനെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് അഡ്രസ്സ് ചെയ്ത് അത് സോൾവ് ചെയ്താലാണ് നമുക്ക് കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, മീനിങ് ഫുൾ ആക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ പേരൻസിന്
പേരൻസിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വരാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അഡ്വൈസസ് ഉണ്ടോ? ഇപ്പോൾ പേരൻസിന് പൊതുവെ കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ കുട്ടിയും യുണീക്കാണ്. ഒരു കുട്ടി ലേൺ ചെയ്യുന്ന രീതിയും വേറൊരു കുട്ടി ലേൺ ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇൻസ്റ്റഡ് അവരെ ഒബ്സർവ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിയിൽ എന്തെങ്കിലും ഒരു ഡിലേ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഒരുപാട് പേരൻസ് ഉണ്ട്, അവർക്ക് സസ്പെക്റ്റേഷൻസ് ഉണ്ട്, പക്ഷേ അവർ അതിനു വേണ്ടി ഒന്നും ചെയ്യണില്ല, ചിലപ്പോൾ അത് ശരിയാകും എന്ന് വിചാരിക്കും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഇവാലുവേഷൻ എങ്കിലും നിങ്ങൾ എടുത്തു വെക്കുക ഫോർ എ സേഫർ സൈഡ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് അക്കോർഡിംഗ്ലി അതിനനുസരിച്ചൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആകും ഒരു ഇവാലുവേഷൻ എടുക്കുമ്പോൾ. സോ അതാണ് എനിക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാനുള്ളത് എല്ലാ പേരൻസിനോടും. സ്പീച്ച് ഡിലേനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോർമൽ ടീച്ചർക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ പറ്റും? ഒരു ടീച്ചർക്ക് ഒരിക്കലും ഒരു സ്പീച്ച് ഡിലേ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ടീച്ചർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത് അതൊരു ക്ലിനിക്കൽ നീഡാണ്, അതൊരിക്കലും ഒരു അക്കാഡമിക് നീഡല്ല. മാത്രമല്ല, കുട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്പീച്ച് ഡിലേ സംഭവിക്കും. ചിലപ്പോൾ അവരുടെ പ്രോസസ്സിങ് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പീച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്, നമ്മുടെ ലിപ്സ്, ഇതൊക്കെ ഒരു ഓർഗൻസ് ഉണ്ട്, ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്, അത് ചിലപ്പോൾ നേക്കഡായി കൊണ്ട് കാണാൻ പറ്റില്ല. അത് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണലിന് മാത്രമേ അത് കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമീപിക്കേണ്ട സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ അടുത്താണ്. ടീച്ചറിന് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, ബട്ട് ഒരിക്കലും ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഒരു അക്കാഡമിക് നീഡല്ല, അതൊരു ക്ലിനിക്കൽ നീഡാണ്. എന്തൊക്കെ തരത്തിലുള്ള ഹോം ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഐ മീൻ കുട്ടികളും പേരൻറ്റും കൂടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പീച്ച് ഡിലേക്ക് ഒരു പരിധി വരെ നമുക്ക് പറയാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഹോം ആക്ടിവിറ്റീസിൽ സ്ക്രീൻ ടൈം നല്ല രീതിയിൽ കുറയ്ക്കുക, കുട്ടികളായിട്ട് മീനിങ് ടൈം സ്പെൻഡ് ചെയ്യുക, പ്ലേ ടൈം എൻകറേജ് ചെയ്യുക, എസ്പെഷ്യലി ഇമാജിനേറ്റീവ് പ്ലേ. അത് കുട്ടികളിൽ ഒരുപാട് സ്കിൽസും ഇമാജിനേഷൻ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആൻഡ് പിക്ചർ ബുക്സൊക്കെ അതൊക്കെ യൂസ് ചെയ്യുക, അതിൽ കുറച്ചും കൂടി ഇമാജിനേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രസൻ്റ് ആയിട്ട് ഇരിക്കുക കുട്ടികളുടെ കൂടെ. ഇതാണ് പേരൻസ് കൂടുതൽ വീട്ടിൽ ചെയ്താൽ കുറേ ഇഷ്യൂസ് കുട്ടികളിൽ കമ്മ്യൂണിക്കേഷനിൽ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്, ഒരു സോഷ്യൽ എക്സ്പോഷറിൽ പോയാൽ ഇപ്പം അപ്പുറത്തെ കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് ആൻസർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കുട്ടി ചോദിച്ച അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക, അങ്ങനെയാണ് പോണത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു എക്സ്പോഷർ കൊടുത്താലാണല്ലോ പുറത്ത് പോയാലും അവർക്കത് ചെയ്യാൻ പറ്റുക. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനറലി കുറച്ച് സോഷ്യൽ എക്സ്പോഷർ കുറവുണ്ട്. കൂടുതലും സോഷ്യൽ സിറ്റുവേഷൻസ് എക്സ്പോഷർ കൊടുക്കാത്തത് കൊണ്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതെല്ലാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നേ നമ്മൾ ആ ഒരു പ്രാക്ടീസ് കൊടുക്കണം. പിന്നെ മെയിൻലി സോഷ്യൽ എക്സ്പോഷർ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കുക. പെറ്റൽസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിങ്ങൾ കൊടുക്കുന്ന മറ്റൊരു സർവീസ് ആണല്ലോ ബിഹേവിയർ തെറാപ്പി. അപ്പോൾ അതെന്താണ് ശരിക്കും? ഇപ്പോൾ ബിഹേവിയർ തെറപ്പി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതൽ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ കുട്ടി വാശി, ശരിക്കും അതല്ല ബിഹേവിയർ തെറപ്പി എന്ന് പറയുമ്പോൾ. ഇപ്പം നമുക്ക് ഒരുപാട് സ്പീച്ച് ഡിലേ കൺസേൺസ് ആണ്. ഏറ്റവും നോട്ടീസബിൾ ആയിട്ടൊരു പേരൻ്റ് സ്പീച്ച് ഏജ് അഡിക്വറ്റ് അല്ല എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്പീച്ച് അസസ്മെൻ്റ് എടുക്കും. അപ്പോൾ അസസ്മെൻറ്റിന് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് സ്പീച്ച് ഡിലേ മാത്രമല്ല ഇഷ്യൂ, അവർക്ക് അറ്റൻഷൻ കുറവുണ്ട്, അല്ലെങ്കിൽ സിറ്റിംഗ് ടോളറൻസ് കുറവാണ്, വെയിറ്റിംഗ് ഇല്ല, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അപ്പം അവിടെ കരയും, അല്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ട് മറിയും, അങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ കൺസേൺസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് ഡിലേ ഉണ്ടെന്ന് കുട്ടികൾ അത് പിന്നീട് അത് ശരിയാകുമെന്ന് ഒരുപാട് പേരൻസ് വിശ്വസിക്കും, അവർക്ക് അങ്ങനെ അവർ ബിലീവ് ചെയ്യും. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ വേറെ ഡെവലപ്മെൻറ്റ്സ് ആയ ബിഹേവിയർ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിലോട്ടൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവരങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ അറ്റൻഷനിൽ പോയി സ്പാൻ കുറഞ്ഞു, അവർ കുറച്ച് റെസ്റ്റ്ലെസ്സായി, അവർക്ക് വെയിറ്റിംഗ് ടോളറൻസ് കുറവാണ്. ഇതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വാശിയും
കൂടുന്നു. അപ്പോൾ ബിഹേവിയർ തെറപ്പിയുടെ റോൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇത് സ്കില്ലാണ്, ഇത് ബേസിക് സ്കിൽസാണ്. അറ്റൻഷൻ, സിറ്റിംഗ് ടോളറൻസ്, വെയിറ്റിംഗ് ടോളറൻസ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും അതേപോലെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ഇമോഷൻസൊക്കെ റെഗുലേറ്റ് ചെയ്യേണ്ട റോള് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റിൻ്റെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്പീച്ച് വേണമെന്നുണ്ടെങ്കിൽ, സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ, സിറ്റിംഗ് ടോളറൻസ്, വെയിറ്റിംഗ് ഉണ്ടെങ്കിലേ സ്പീച്ച് ഡെവലപ്മെൻറ്റ് അത് എയ്ഡ് ചെയ്യുള്ളൂ. ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഒരു കുട്ടിയിൽ ഡെഫിസിറ്റ് ആണ്, കുറവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്പീച്ച് ഡിലേയും സംഭവിക്കും. ഓക്കെ. ഒക്യുപേഷണൽ തെറാപ്പി, അതിനെക്കുറിച്ച് പറയാമോ? ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് പ്ലേ കുറവാണ്, സോഷ്യൽ അവർക്ക് സിറ്റുവേഷൻസിൽ ഇടപെടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, ആൻഡ് അവരുടെ റുട്ടീനിലാണെങ്കിലും സ്ലീപ്പ് ഒന്നും ഒരിക്കലും പ്രോപ്പർ ആയിരിക്കില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടി ഈ വേൾഡിലേ ആയിരിക്കില്ല. പിന്നെ സെൻസറി സംബന്ധമായ പ്രശ്നങ്ങൾ ഈ കുട്ടികളിൽ ഉണ്ടാകും. സെൻസറി എന്ന് പറയുമ്പോൾ അതൊരു വൈഡ് സ്പെക്ട്രം ആണത്. അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ലൈറ്റ് വേണം ഭയങ്കരമായിട്ട്, ചില കുട്ടികൾ ഭയങ്കര പ്രഷർ വേണം, അവർക്ക് ടച്ചിലൂടെ ഭയങ്കര പ്രഷർ വേണം, അല്ലെങ്കിൽ വിഷ്വലി അവർക്ക് ഭയങ്കര പ്രഷർ വേണം. ചില കുട്ടികൾക്ക് ഭയങ്കര ലൗഡ് സൗണ്ട്സ് ഉണ്ടെങ്കിലും അവർക്ക് അതിനോട് ഭയങ്കര അത് കൂടുതലായിട്ട് അവർക്ക് വേണം. ചില കുട്ടികൾക്ക് ഒരു സൗണ്ട്, ചിലപ്പോൾ സൗണ്ടേ ഉണ്ടാവില്ല, നമുക്കതൊരു ബുദ്ധിമുട്ടാണ്, പക്ഷെ അപ്പോൾ അവരുടെ ചെവി അവരടയ്ക്കും. അപ്പോൾ അത് കൈൻഡ് ഓഫ് സെൻസറി ഇഷ്യൂസാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യണത് ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റാണ്. സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിനെ കുറിച്ച് മെൻഷൻ ചെയ്തല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി തെറപ്പി, ഒരു കുട്ടി ഇപ്പോൾ സെൻറ്ററിലോട്ട് വരും, അപ്പോൾ കുട്ടിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആവറേജ് ഒരു 3 months കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലോട്ട് നമ്മൾ എൻറോൾ ചെയ്യുക. അപ്പോൾ അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം. നമ്മൾ കുറേ അവരുടെ റുട്ടീൻ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യും. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് ബാത്തിങ്, ബ്രഷിങ്, അതൊക്കെ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് നേരിടും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഇരിക്കില്ല. ബട്ട് നമ്മൾ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലൂടെ ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ടും ജനറലൈസ് ചെയ്യാൻ, അതായത് എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് മനസ്സിലായി അവരുടെ റുട്ടീനിലും അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഒക്യുപേഷണൽ തെറാപ്പി എന്നുള്ള സർവീസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ശരിക്കും എങ്ങനെയാണ്? ഒക്യുപേഷൻ തെറപ്പി എന്ന് പറയുമ്പോൾ അവരുടെ റോള് കൂടുതൽ വരുമ്പോൾ ഒരു കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് അവരിൽ കാണുന്നുണ്ട്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ടോയ്ലറ്റിങ്, ബ്രഷിങ്, ബാത്തിങ്, ആ സ്കിൽസിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരുടെ റുട്ടീനിൽ ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് സ്ലീപ്പ് ഒന്നും പ്രോപ്പർ അല്ല. അപ്പോൾ മാത്രമല്ല ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ ആയിട്ടുള്ള സ്കിൽസിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഗ്രോസ് മോട്ടോർ എന്ന് പറയുമ്പോൾ ജമ്പിങ്, റണ്ണിങ്, അതൊക്കെ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസാണ്. ഫൈൻ മോട്ടോർ എന്ന് പറയുമ്പോൾ ബ്രഷിങ്, ഇപ്പോൾ സിബ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, റൈറ്റിംഗ്, അതൊക്കെ ഫൈൻ മോട്ടോറിലാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്കിൽസിൽ അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഒക്യുപേഷൻ തെറപ്പിയാണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ മെയിൻ കാര്യം പ്ലേ തെറപ്പി, ലൈക്ക് പ്ലേയിൽ കുട്ടി പ്ലേയിൽ എന്തെങ്കിലും പ്ലേ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സെൻസറി സംബന്ധമായ പ്രശ്നങ്ങൾ ആ കുട്ടികൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് ക്ലിയർ ചെയ്യേണ്ടത് ഒക്യുപേഷൻ തെറപ്പിയാണ്. സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രഷർ സീക്ക് ചെയ്യുക, ടച്ച്, ലൈക്ക് വിഷ്വലി, സൗണ്ട്, അത് ചില കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് വേണം, സീക്കിംഗ് എന്നാണെന്ന് പറയാം. ചില കുട്ടികൾക്ക് അത് തീരെ വേണ്ട, ഹൈപ്പോ സെൻസിറ്റീവ് ആയിരിക്കും അതിനോട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒക്യുപേഷൻ തെറപ്പി ആണ് അത് റൂൾ ഔട്ട് ചെയ്ത് അത് സെറ്റിൽ ചെയ്യേണ്ടത് അവരുടെ റോളാണ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് നിലൂഫർ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു പേരൻസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആലുവയിലെ പെറ്റൽസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നീഡ്സിന് പലതരത്തിലുള്ള സപ്പോർട്ടും സർവീസസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് നിലൂഫർ ഫോർ യുവർ ടൈം. താങ്ക് യു.